ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ റെന ഫാത്തിമയ്ക്കും ഡോക്ടർ ബിന്നിക്കും ഇന്നലെ ചെറിയൊരു രീതിയിലുള്ള ബോധോദയം ഉണ്ടായിട്ടുണ്ട്. ലൈവിൽ ജിസേലിനെ കുറിച്ച് റെന ഫാത്തിമയും ബിന്നിയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അതായത് ജിസേലാണ് ഈ ഒരു വീട് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ജിസേലിൻ്റെ അടിമകളെ പോലെയാണ്. എന്തെങ്കിലും കിട്ടുന്ന ഭക്ഷണം കുറച്ച് കഴിച്ചുകൊണ്ട് നമ്മൾ മിണ്ടാതെ പോകും. അതേസമയം അവരായിക്കോട്ടെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ള ഫുഡ് ഇഷ്ടമുള്ള സമയത്ത് ഉണ്ടാക്കി കഴിക്കുന്നു. അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരാൾ പോലും ഒന്നും മിണ്ടില്ല. അനുമോള് പറയുന്നതൊക്കെ കുറച്ചൊക്കെ ശരിയാണല്ലോ. അനുമോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ മുൻപ് ഒരുപാട് തവണ പറഞ്ഞതാണ്. പക്ഷേ ഡോക്ടർ ബിന്നിക്കും റെന ഫാത്തിമയ്ക്കൊന്നും ഇത് തലയ്ക്കകത്ത് കയറിയിട്ടില്ല. അവർക്ക് ആ സമയത്തൊന്നും മിന്നിയിട്ടില്ല. ട്യൂബ് ലൈറ്റ് ആയതുകൊണ്ട് ഇപ്പോഴാണ് അവരുടെ തലയിൽ അത് ഉദിക്കുന്നത്. ഇനിയെങ്കിലും ഗെയിം മാറ്റിമറിച്ചാൽ അത് അവർക്ക് തന്നെ ഗുണകരമാകും. പിന്നെ റെന ഫാത്തിമ പറയുന്നത് വാഷ്റൂം ഡ്യൂട്ടി കൊടുക്കുന്ന സമയത്ത് വാഷ്റൂമിനകത്ത് ക്ലീൻ ചെയ്യില്ല, പുറത്ത് മാത്രമേ ക്ലീൻ ചെയ്യുള്ളൂ. ജിസയിൽ കിച്ചൺ ടീമിൽ ഇല്ലെങ്കിൽ പോലും ഏത് സമയത്തും ആ വ്യക്തി കിച്ചണിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ആരും ഒന്നും പറയില്ല. മറ്റാരെങ്കിലുമാണ് കിച്ചൺ ടീമിൽ ഇല്ലെങ്കിൽ കിച്ചണിൽ കയറുന്നതെങ്കിൽ അത് വലിയൊരു പ്രശ്നമാക്കിയിട്ട് ഇവിടുത്തെ ജെൻസ് തീർക്കാറുണ്ട്. ജിസയിൽ കയറിയാൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. അതെന്താണ് അങ്ങനെ എന്നതൊക്കെ അത് ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. അതായത് ജിസയിലിനും ആര്യനും മാത്രം ചോറ് തികഞ്ഞില്ല. ഇവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും വാരിക്കോരി ആദ്യം തന്നെ ചോറങ്ങ് ഇട്ടിട്ട് കൊടുത്ത് അവസാനം എനിക്കും ആര്യനും മാത്രം ചോറില്ല, ചോറ് തികയില്ല, ഫുഡ് തികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആലുവ പൊറോട്ട ഉണ്ടാക്കി കഴിച്ചു. അപ്പോൾ ഇവർ ഇതുപോലെ തന്നെ മുൻപും റൊട്ടി ചപ്പാത്തി അവർക്ക് ഇഷ്ടമുള്ള ഫുഡ് അവരിതുപോലെ ചോറ് തികയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. പക്ഷെ അവിടെയുള്ള ജെൻസ് ആരും തന്നെ അതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. അനുമോളാണ് ജിസേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കുന്ന ഒരൊറ്റ കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഡോക്ടർ ബിന്നിയും റെന ഫാത്തിമയും കളിക്കുമോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഈ റെന ഫാത്തിമ പറയുന്നത് ഞാൻ ഇത്രയും കാലം അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അടിമയെ പോലെ നിന്നിട്ടും എനിക്ക് യാതൊരുവിധ പ്രയോറിറ്റിയോ പരിഗണനയോ ഒന്നും തന്നെ ജിസയിൽ തന്നിട്ടില്ല. നമുക്ക് എന്ത് അഡ്വാൻറ്റേജാണ് അവരുടെ കൂടെ നിന്നിട്ട് ഉണ്ടായിട്ടുള്ളത്? ജിസേലിൻ്റെ കാലും മസാജ് ചെയ്തുകൊണ്ട് റെന ഫാത്തിമയും അക്ബറിൻ്റെ വാലാട്ടിക്കൊണ്ട് ഡോക്ടർ ബിന്നിയും നടന്നാൽ തീർച്ചയായും എത്രയും വേഗം അവർ എവിക്റ്റായി അവരുടെ വീട്ടിൽ തന്നെ തിരിച്ചെത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഗ്രൂപ്പിനകത്ത് കിടന്ന് പെട്ടുപോയാൽ അവർക്ക് ഇൻഡിവിജ്വൽ ഗെയിം ഉണ്ടാവില്ല. ഇപ്പോൾ റെന ഫാത്തിമയ്ക്കും ബിന്നിക്കും പറ്റിയൊരു അവസരമാണ് ജിസേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കാനുള്ളൊരു അവസരം. അത് നല്ല രീതിയിൽ അവർ കളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഗ്രാഫ് ഉയർന്നു വരും. അതേസമയം അവർ ഭയന്നുകൊണ്ട് എന്തിനോ അവർ ഭയക്കുന്നുണ്ട്. ആര്യനെതിരെയും ജിസേലിനെതിരെയൊക്കെ സംസാരിക്കാൻ എന്തോ ഒരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് ജിസേലിനെതിരെ സംസാരിക്കാൻ അവർ വല്ലാതെ എന്തോ ഒരു ഭയം അവരെ പിന്നിലോട്ട് വലിക്കുന്നുണ്ട്. ആ ഒരു ഭയം ഇല്ലാതായാൽ ഡെഫിനറ്റ്ലി ജിസേലിന് എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കുകയാണെങ്കിൽ അവർക്ക് ഇനിയും ഒരുപാട് ദിവസം ഈ ഒരു ഷോയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം എത്രയും വേഗം അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരും. ഇപ്പോഴും അവരുടെ ആ ഒരു ഇൻഡിവിജ്വൽ ഗെയിം അവിടെ വന്നിട്ടില്ല.